സംസ്ഥാനത്ത് കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ. ആദ്യഘട്ടത്തിൽ വരുമാന ഭേദമില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന പേര്. കാസർഗോഡ് ബോവിക്കാനത്ത് സ്ത്രീയുടെ മുഖം കടിച്ചു കീറി തെരുവ് നായ. പത്തോളം പേർക്ക് കടിയേറ്റു. തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ചു. കോഴിക്കോട് മുക്കത്ത് ലോട്ടറി വിൽപ്പനക്കാരനെയും ആക്രമിച്ചു. മാസപ്പടി കേസിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇഡി. ചോദ്യാവലി തയ്യാറാക്കി ഇഡി. സിഎംആറിൽ നിന്ന് ലഭിച്ച 2.78 കോടി വിനിയോഗിച്ചതിൽ വ്യക്തത തേടും. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ കണ്ടുകെട്ടലിനും സാധ്യത. തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാപ്പ കേസ് പ്രതിയായ കൗൺസിലർ റിമാൻഡിൽ. വധശ്രമ കേസിൽ ഒളിവിലായ വാഴോട്ടുകോണം ബിജെപി കൗൺസിലറെ പിടിച്ചത് അതിസാഹസികമായി. സുഗതനെ പിന്തുണച്ച് മേയർ വി രാജേഷ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൗൺസിലർ പ്രക്ഷോഭിനെ കൗൺസിലർ പദവിയിൽ നിന്ന് അയോഗ്യനാക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെ ചൊല്ലി തിരുവനന്തപുരം CPM-ൽ കലാപം. കടുത്ത അതൃപ്തിയിൽ വി ശിവൻകുട്ടി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിട്ടുനിന്നു. വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് CPM. അൻസിബയുടെ പരാതികളിൽ കഴമ്പില്ലെന്ന നിഗമനത്തിൽ പോലീസ്. ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ കേസെടുക്കാനില്ലെന്നും പോലീസ്. ടിനി ടോമിനെതിരായ പരാതിയിൽ തുടർ നടപടിയുണ്ടാകും. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. അന്ത്യം രാവിലെ ചെന്നൈയിലെ വസതിയിൽ. വിടവാങ്ങിയത് രാജ്യം കണ്ട ബഹുമുഖ ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാൾ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യത. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് ഇറാൻ. ബഹ്റൈനിലും ജോർദാനിലും കുവൈറ്റിലും മിസൈൽ വർഷം. 21 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. മറുപടി ഇറാന്റെ തെക്കൻ മേഖലകളിലെ US ആക്രമണങ്ങൾക്ക്.